തന്ത്രി പാവന ശ്രുതിലയമാ സ്മൃതിഗീതം സ്മൃതിഗീതം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ വചനത്തെ ഒന്ന് ഉദാഹരിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങുകയാണ്. ഉദാഹരണത്തിന് 1 കിലോ പഞ്ചസാര മേടിച്ചു. പഞ്ചസാര മേടിച്ചപ്പോൾ അതിന് കൂടെ പൈസ കൊടുത്ത് പഞ്ചസാര മേടിക്കുന്നതിനോട് കൂടെ ഒരു 100 ഗ്രാം തേയില കൂടി കടക്കാരൻ ചേർത്ത് വെക്കുകയാണ്. ഇതെന്താ ഇപ്പോ? ഇത് വാങ്ങിയില്ലല്ലോ. ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. ഈ 1 കിലോ പഞ്ചസാരയുടെ പാക്കറ്റ് എടുത്താൽ അതിന്റെ കൂടെ ഉള്ളതാണ് ഈ 100 ഗ്രാം തേയില. അത് നമ്മൾ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് വന്നുകൊള്ളും. ഇതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ എല്ലാം ദൈവോന്മുഖമെങ്കിൽ, ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ചുള്ളതെങ്കിൽ മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകുമെന്ന് തന്നെയാണ് ദൈവം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവ കിട്ടാൻ വേണ്ടി തത്രപ്പെടാതെ ദൈവത്തിന്റെ കണ്ണിലേക്ക് നമുക്കൊന്ന് നോക്കാം, ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കാണാം. എങ്കിൽ മറ്റുള്ളതെല്ലാം നമുക്ക് സ്വന്തം. അങ്ങനെ ആവട്ടെ. നമ്മുടെ എല്ലാം ജീവിതങ്ങൾ എന്ന വലിയ പ്രാർത്ഥനയിൽ സ്മൃതിഗീതം ആരംഭിക്കുകയാണ്. 3 വിശിഷ്ട വ്യക്തിത്വങ്ങൾ പതിവ് പോലെ നമ്മോടൊപ്പം ഉണ്ട്. ഒരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത 3 വ്യക്തിത്വങ്ങൾ. എങ്കിലും ഇത് നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം. ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ, അദ്ദേഹം CMI സഭാംഗമാണ്, മലയാള ഭാഷ പണ്ഡിതനാണ്. അതുപോലെ 75-ൽ പരം മലയാള ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, 3000-ഓളം കവിതകൾ, 45,000-ഓളം വരുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. ഇത് പറയുമ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് അച്ഛനെ പറ്റി കിട്ടും. ക്രിസ്തീയ ഭക്തിഗാന ശാഖയെ വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടെയും വിമർശന ബുദ്ധിയോടെയും നോക്കുന്ന വ്യക്തിത്വമാണ്. അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും സിനിമ പിന്നണി ഗാന രംഗത്തും ഒരുപോലെ കയ്യൊപ്പ് പതിപ്പിച്ച സഹോദരങ്ങളായ സംഗീത സംവിധായകർ, സർവശ്രീ ബേണി ഇഗ്നേഷ്യസ്. അവരെ മറ്റ് സംഗീത സംവിധായകരിൽ നിന്ന് മാറ്റുന്നതെന്ത്, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതെന്ത് എന്ന് ഞാൻ തന്നെ സ്വയം ആലോചിക്കുമ്പോൾ എന്റെ മനസ്സ് മന്ത്രണം ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ: ഭക്തിഗാനത്തിന് വേണ്ടതെന്ത്, സിനിമാ ഗാനത്തിന് വേണ്ടതെന്ത്, അതല്ലെങ്കിൽ ഇന്ന വരികൾക്ക് യോജിച്ച സംഗീതം എന്ത്, അതിന് വേണ്ട ബാക്ക് ചെയ്യുന്ന ഓർക്കസ്ട്രേഷൻ എന്ത്, അതിനൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം തന്നെയാണ് മറ്റ് സംഗീത സംവിധായകരിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്നത്. അവരുടെ സാഹോദര്യത്തിന്റെ മഹിമയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനവും, അത് എപ്പോഴും ഫ്ലോറിൽ നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും അത് ഒരു മാതൃകയായി എപ്പോഴും എന്റെ മനസ്സിൽ കാണുന്ന കാര്യം തന്നെയാണ്. മൂവരുടെയും സാന്നിധ്യം നമ്മുടെ എപ്പിസോഡിന് തീർത്തും അലങ്കാരമാണ്. നമുക്കത് വലിയ അനുഭവം തന്നെ തരും. മൂവരെയും വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ മനോഹര അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സിനിമ ഗാനങ്ങളിലൂടെ, സിനിമയിൽ വന്നിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതെങ്ങനെയാണ്? നമുക്ക് അവസാനിപ്പിക്കുകയാണോ തുടരുകയാണോ? എങ്ങനെയാണ് അച്ഛാ, എങ്ങനെയാ ചിന്ത വരുന്നത്? തുടരുകയാണ്. ആദ്യം ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 1958 പുറത്തിറങ്ങിയ ലില്ലി എന്നൊരു ചിത്രമുണ്ട്. 58 നിങ്ങളാരും കേട്ട് കാണുകയില്ല, ലില്ലി ഇല്ല, കണ്ടു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിലെ ഗാനങ്ങൾ അവ ശ്രദ്ധേയമാണ്. കാരണം പി ഭാസ്കരനും MS വിശ്വനാഥനും
ഒരുമിച്ചാണ് സംഗീത സപര്യ നടത്തിയിരിക്കുന്നത്. MS വിശ്വനാഥനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്ത കാലത്താണ് അദ്ദേഹം അന്തരിച്ചത്. മലയാളത്തിന് ഭക്തിഗാന ശാഖയിൽ കുറേയധികം നല്ല ഗാനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഇതിലെ ഗാനമാകട്ടെ ഒരു സമൂഹ പോളിഫണി ഉളവാക്കുന്ന രീതിയിലുള്ള സംഗീത സംവിധാനമാണ്. ഏത് ഗാനമാണ് അച്ഛാ അത്? യേശു നായക പ്രേമസാഗര വീശുക നിൻ കൃപ പാരിൽ. പി ഭാസ്കരനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കാര്യം എന്ന് പറയാം. അദ്ദേഹം ഒരു 30-40 വർഷം മുമ്പാണ് ദീപികയ്ക്ക് ഒരു ആഴ്ചപ്പതിപ്പുണ്ടായിരുന്നു. ദീപിക ആഴ്ചപ്പതിപ്പ്, അതിന്റെ എഡിറ്ററായി അദ്ദേഹം നിയുക്തനായി. അപ്പോൾ അദ്ദേഹം എനിക്ക് പി ഭാസ്കര മാഷ് എഡിറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഇടയ്ക്ക് എഴുതുമായിരുന്നു, കവിതകൾ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ കാണാൻ പോയി. ദീപികയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വലിയ പരിചയം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ മറ്റുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പി ഭാസ്കരന്റേത്. കൂടാതെ പി ഭാസ്കരൻ കായലിന്റെ അക്കരെ, ഞാൻ കായലിനിക്കരെ, അങ്ങനെയാണ് ഞങ്ങളുടെ. അദ്ദേഹം കൊടുങ്ങല്ലൂരും, ഞാൻ തുരുത്തിപ്പുറം, അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. ഏതായാലും പി ഭാസ്കരൻ മാസ്റ്റർ വളരെയധികം മലയാള സാഹിത്യത്തെ, കവിതയെ, ഗാനത്തെ എല്ലാം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ അനശ്വരമാണ്. അങ്ങനെയുള്ള പി ഭാസ്കരനും MS വിശ്വനാഥനെ പോലെയുള്ള വിശിഷ്ടനായ പ്രമുഖ സംഗീതജ്ഞനുമായ അദ്ദേഹം ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയ ലില്ലിയിലെ ആ ഗാനമാണ് ആദ്യമായി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു നായക പ്രേമസാഗര വീശുക നിൻ കൃപ പാരി. MS വിശ്വനാഥൻ, MSV ചുരുക്കപ്പേരിൽ വളരെ സ്നേഹത്തോടെ ഗുരുവും കൂടിയാണ്. അത് ശരി. 20 പാട്ടോളം ഞാൻ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശേഷങ്ങളൊന്ന് പറഞ്ഞു വേണിച്ചേട്ടാ. ഒരു ആൽബം, അന്ന് കാസറ്റുകൾ ധാരാളമുള്ള സമയമാണ്. അന്ന് MSV ഇവിടെ അയ്യപ്പ ഭക്തിഗാനം കമ്പോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ബിച്ചു തിരുമലയാണ് എഴുതുന്നത്. അപ്പൊ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വിളിച്ചത്. സത്യത്തിൽ അപ്പോഴാണ് ഈ സംഗീതത്തിന്റെ ഒഴുക്ക് കണ്ട് ഞാൻ അന്തം വിട്ടുപോയത്. അദ്ദേഹം ലിറിക്ക്, ബിച്ചുവേട്ടന്റെ ലിറിക്ക് ഇങ്ങനെ വായിച്ചിട്ട് 5 ട്യൂൺ അപ്പപ്പയുടെയാണ്. നമ്മളൊരു ന്യൂസ് പേപ്പർ, ഒരു വാർത്ത തന്നെ 5 പ്രാവശ്യം എങ്ങനെ വായിക്കും, ആ ലാഘവത്തോടെയാണ്. എന്റെ തലക്കെട്ട് 5 പ്രാവശ്യം നമ്മൾ വായിച്ചാൽ എത്ര ഈസി ആയിട്ടായിരിക്കും വായിക്കണേ. അത് അതേ ലാഘവത്തോടെയാണ് അദ്ദേഹം പാട്ടുണ്ടാക്കുന്നത്. 5 സുന്ദരമായ ഗാനങ്ങൾ. 5 ട്യൂൺ ഇടുക എന്ന് പറഞ്ഞ ഒരേ ലിറിക്ക് തന്നെ 5 ട്യൂൺ ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു രൂപ സത്യനായക എന്ന് ആ ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ സത്യനായക വേറൊരു രാഗത്തിൽ അപ്പൊ തന്നെ ചെയ്യണേ. അങ്ങനെ 5 എണ്ണം. ഞാനപ്പോ തന്നെ എന്റെ പ്രൊഡ്യൂസറോട് പറഞ്ഞു, എനിക്കിത് ഈ നൊട്ടേഷൻ എഴുതിക്കാനുള്ള സമയമൊന്നുമില്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുത ജീവിയാണ്. അതുകൊണ്ട് 5 ടേപ്പ് റെക്കോർഡർ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ട്യൂൺ ഞാൻ ടേപ്പ് നമ്പർ 1, ടേപ്പ് 2, 3 എന്നിട്ട് ചോദിക്കും, എടാ ആ 3ാമത്തെ ഞാൻ ഇട്ട ട്യൂൺ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് തലേന്ന് വരില്ല. ഉടനെ ഞാൻ അപ്പൊ തന്നെ റീവൈൻഡ് ചെയ്തപ്പോ തന്നെ ഇതാണെന്ന് പറയും. അത് റീവൈൻഡ് ചെയ്യണ സമയം കൊണ്ട് അദ്ദേഹം വേറെ ട്യൂൺ ഉണ്ടാക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഈ ബ്രെയിൻ നമുക്ക് എങ്ങനെ ഇത് വരണതെന്ന് അദ്ദേഹത്തിന്റെ പറ്റി പറയാനില്ല നമുക്ക്. അത്ര ഇന്ത്യയിലെ നമ്പർ 1 മ്യൂസിക് ഡയറക്ടർ തന്നെ അദ്ദേഹം. അതുപോലെ ഓർക്കസ്ട്ര ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന്റെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വർക്ക് അന്ന് MGR, ശിവാജി ഗണേശന്റെ ഒക്കെ കാലഘട്ടത്തില് മദ്രാസിൽ നിന്ന് കാണാൻ പോയി. മദ്രാസിൽ എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു റിട്ടേൺ ടെസ്റ്റും അതിന്റെ ഒപ്പം കുറച്ച് ഇതുമൊക്കെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് പോകണം. അപ്പൊ MGRന്റെ ഒരു വർക്കിന്റെയാണ് എനിക്ക് തോന്നുന്നു. വലിയൊരു തിയേറ്ററാണ്. ഇത് തിയേറ്ററാണ്, പ്രസാദാണോ AVM ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവിടെ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഇത്ര മ്യൂസീഷ്യൻസ് ഒക്കെ ഒരുമിച്ചിരിക്കണമെന്ന് കാണണമെന്ന് പറഞ്ഞു. അകത്തേക്ക് കേട്ടില്ല. പക്ഷെ ചെരുപ്പ് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു. അത് മാത്രമല്ല എല്ലാ മ്യൂസീഷ്യൻസിനും അകത്തോട്ട് കയറാൻ നിവൃത്തിയില്ല. കുറെ പേരൊക്കെ പുറത്ത് നിൽക്കുകയാണ്. ഇവര് വായിച്ച് പുറത്തിറങ്ങിയിട്ട് വേണം. അവസാനം ഒരു ഗ്യാപ്പിൽ ഞാനത് ടേക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് കയറി തന്നെ ഈ കൺസോളിൽ കയറി ഈ പാട്ടൊന്ന് കേൾക്കാന്ന് കരുതി. അപ്പോഴാണ് ഈ മ്യൂസീഷ്യൻസ് ഇരിക്കണമെന്നിട്ട് ഞാൻ അന്തം വിട്ടുപോയത്. ഒരു സൈഡില് വയലിൻസ് ഒരു 40 വയലിനുണ്ട്. വയലിന്റെ ഫാമിലി പല പല ഷേപ്പുള്ള പല സൈസുള്ള വയലിനുള്ള ചെല്ലോ, വയോള, ഇവര് 60 പേരോളുണ്ട്. ഇപ്പുറത്ത് ബ്രാസ് സെക്ഷൻ, പിന്നെ ഒരു സെക്ഷൻ മൊത്തം തുകൽ വാദ്യങ്ങള്, പിന്നെ ഈ ഗിറ്റാർ പോലത്തെ പല പല ഉപകരണങ്ങൾ. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു കീബോർഡിസ്റ്റും ഉണ്ട്. ഇതെല്ലാം കൂടി കാണാൻ പറ്റൂല. ഇപ്പൊ അത് കാണാൻ പറ്റില്ല. അതാ ഞാൻ അതിലേക്ക് വന്നത്. അതായത് ഈ ഒരു കാഴ്ച മാത്രമല്ല, മറ്റ് ഉള്ള ആദ്യകാലങ്ങളിലെ സംഗീതജ്ഞർ എന്തുകൊണ്ടാണ് നമ്മൾ ജീനിയസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എല്ലാവരും പാട്ടും ഒരേ സമയം ടേക്ക് പോകുന്നത് കൊണ്ട് എവിടെയെങ്കിലും ഒരു ഫ്ലൂട്ടിന്റെയോ അല്ലെങ്കിൽ കീബോർഡിന്റെയോ ഒരു
പിഴവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യമേ തുടങ്ങുകയല്ലേ? ഞാനിങ്ങനെ ദൂരെ നിന്ന് കണ്ട് ഇല്ല, അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ മാറ്റം വന്നു. കാരണം 2-3 ടേക്ക് ഒന്നിച്ചെടുത്ത് നോക്കും, എന്നിട്ട് എഡിറ്റിംഗ് വന്നു. അതിന്റെ ഫുള്ളായിട്ട് ട്രാക്ക് സിസ്റ്റം വന്നിട്ടില്ല. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പീസ് ആക്കും എല്ലാം കൂടി. 2-3 ഒരു സ്ഥലത്ത് മിഡിലാണ് ഒരു കംപ്ലൈന്റ് വന്നേക്കാണെങ്കിൽ മറ്റേ പാട്ടിന്റെ മിഡിൽ. അല്ല, ഈ 58 കാലഘട്ടത്തിലുണ്ടോ അത്? 58 കാലഘട്ടത്തിലൊക്കെ ഒരു സിംഗിൾ ഇതായിരിക്കും. ഞാൻ കാണുന്നത് ഏകദേശം 80 മുമ്പാണ്, ഒരു 78 ആ കാലഘട്ടത്തിലാണ്. അപ്പോഴേക്കും ട്രാക്കുകളൊക്കെ വന്നു തുടങ്ങി. 58 കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. കാരണം ഒരൊറ്റ മൈക്ക് വെച്ചിട്ട് ഒറ്റ ട്രാക്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ബാലൻസ് എല്ലാം കൂടി ഒരേപോലെ കിട്ടണമെന്നാണെങ്കിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ബാലൻസ്. ഇപ്പൊ പാർട്സ് ആണെങ്കിൽ പാർട്സ് മുമ്പിൽ നിൽക്കാൻ പാടില്ല, മെയിൻ വോയിസിന്റെ കൂട്ടത്തിൽ അതിന്റെ പുറകിൽ നിൽക്കാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് ലെവൽ അളന്ന് നോക്കിയിട്ട് അപ്പൊ ഒറ്റ മൈക്കിൽ തന്നെ നമ്മളിപ്പോ ചെയ്യുന്ന ടെക്നിക്കൽ പരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ഓർക്കസ്ട്രക്കാരെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് ഒരു കണ്ടക്ടർ ആ ഒരു ഹോളിലുണ്ടാവും. ആ ഹോളിൽ ഇരുന്നാലും ഇതൊക്കെ ചെയ്യും. ഹോളും ബൂത്തുകളൊക്കെ ഉണ്ടാവും. ഇദ്ദേഹം ഒറ്റക്ക് നിന്നിട്ടാണ് ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ സഹായിക്കാൻ ഇദ്ദേഹത്തെ റെക്കോർഡിസ്റ്റും ഉണ്ടാവും. ഞാനിത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ഓർക്കസ്ട്ര എങ്ങനെ ഇത് ബാലൻസ് ചെയ്തെടുക്കുന്നു? അദ്ദേഹം തന്നെ കണ്ടക്ട്, ഞാൻ അസിസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു നോട്ട്, സിംഗിൾ നോട്ട് പോലും അദ്ദേഹം കണ്ടക്ടറുടെ സഹായത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് തന്നെ എല്ലാം അറിയാം. ഹാർമോണിയം, കീബോർഡൊക്കെ വന്നിട്ട് വായിക്കും, കോഡ്സ് അടക്കം എല്ലാം പറഞ്ഞുതരും, വയലിൻസിന്റെ എല്ലാത്തിന്റെ സ്കോർ, അതിന്റെ സെക്കൻഡ്സ് എല്ലാം പറഞ്ഞുതരും. അങ്ങനെ ഒരു കടലാണ് അദ്ദേഹം. സംഗീതത്തിൽ സാഗരം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡിംഗ് എറണാകുളത്ത് നടക്കുമ്പോൾ ഈ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് നമ്മുടെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾ രണ്ടുകൂടി കാണാൻ ചെന്നു. കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ശിഷ്യന്മാരല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും, ഇനി ഇതിനും വേണ്ടി ഒന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും തലേക്കറിയില്ലാണ്. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സാറിനെ കുറെ കാലം കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെ കിടന്ന് സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ശരിയാവില്ല, അത് മറ്റാണ് പറഞ്ഞത്, ഇതിന് പിണക്കം പോലെ ഞങ്ങൾ അങ്ങോട്ട് പറയാം. അപ്പൊ പുള്ളി ഒരു പൂച്ച വലിയത് കേട്ടത്. ഒരു പാവം മനുഷ്യനാണ്. നീ എന്താണ് എന്റെ കൂടെ നിൽക്കാൻ? അപ്പൊ എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ നമ്മളിപ്പോ സിനിമയായിട്ടൊക്കെ തിരക്കായി പോയി. അപ്പൊ ഉണ്ടാവില്ല മാസ്റ്റർ എന്ന് പറഞ്ഞു. നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ടെൻഷൻ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. 20 പാട്ട് അസിസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. മദ്രാസിൽ പോകുമ്പോൾ ഞാൻ വീട്ടിൽ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേട്ടപ്പോ മലയാളത്തിലെ ആദ്യത്തെ പോളിഫോണിക് ഗാനം ഇത് തന്നെയാണ്. പോളിഫോണിക് എന്ന് പറയുമ്പോഴത്തേക്കും 3 പാർട്സ്. സാ എന്ന് പറയുമ്പോൾ അത് തന്നെ ലിറിക്ക്, ഗായിൽ പാടും, പാ സാ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ അത് വെസ്റ്റേൺ കോറൽ സിംഫണിയുടെ ഒരു മാതൃകയാണ്. അത് മലയാളത്തിലേക്ക് വന്നത് ആദ്യത്തെ പാട്ട് വെസ്റ്റേൺ ആണെന്ന് തോന്നുന്നു നമുക്ക്, മലയാളത്തിലുള്ള. എന്നാൽ അതിന്റെ 1 ലൈൻ മെലഡി നമ്മളുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്യും. നമ്മളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ തമിഴ്നാട്, തമിഴും തെലുങ്കും കന്നഡയൊക്കെ അടക്കി ഭരിച്ചിരുന്ന പുള്ളി യഥാർത്ഥ മലയാളിയാണെന്നുള്ളതാണ്. നമ്മുടെ പാലക്കാടുകാരനാണ്. 1958 പുറത്തിറങ്ങിയ ലില്ലി എന്ന ചിത്രം, പി ഭാസ്കരന്റെ രചന, MS വിശ്വനാഥൻ സാറിന്റെ സംഗീതം. നന്മയുള്ളൊരു ഗാനം, ലാളിത്യമുള്ളൊരു ഗാനം. യേശുനായക പ്രേമസാഗര വീശുക നിൻ കൃപ പാരിൽ. ഈ പാരിൽ യേശുനാഥ അവിടുത്തെ കൃപ, കാരുണ്യം വീശണമേ. പ്രാർത്ഥിക്കുകയാണ്, നമുക്കും പ്രാർത്ഥിക്കാം ഈ ഗാനത്തോടൊപ്പം നമ്മുടെ ഹൃദയവും ചേർത്ത് വെച്ച്. ജീവദായക സ്നേഹദായക
അച്ഛാ, ഇനി അടുത്ത ഏത് ഗാനമാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക? 1960 പുറത്തിറങ്ങിയ നീലി സാലി എന്നൊരു ചിത്രമുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നീല സാലിയും തോന്നും. നീലി സാലി എന്ന് പറഞ്ഞാൽ നീലി സാലി രണ്ട് പേരാണ്, നീലിയും സാലി. സാലി. ആ രണ്ട് പേര് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു ഫിലിമാണ്. പക്ഷെ അതിലൊരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ക്രിസ്മസ് ഗാനം അതെ അതിലാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ പുത്രൻ ജനിച്ചു എന്ന അപ്രസിദ്ധമായ ഗാനം. ആ ഗാനം എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ്. രാഘവ മാസ്റ്റർ സംഗീതം. രാഘവ മാസ്റ്റർ സംഗീതം. അന്ന് രാഘവ മാസ്റ്റർ സംഗീത രംഗത്ത് കയറി വരുന്ന അവസരം തുടക്കമായിരിക്കും. തുടക്കമല്ല, നീലക്കുയിലൊക്കെ വന്നു. നീലക്കുയിൽ വന്ന് പ്രസിദ്ധനായ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഈ ഗാനം. അങ്ങനെ രാഘവ മാസ്റ്റർ പി ഭാസ്കരൻ കൂട്ടുകെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രമുള്ള. കാരണം നീലക്കുയിലിന് മുമ്പ് ഒറിജിനൽ സോങ്സ് ഇല്ല, എല്ലാം നിയമങ്ങളായിരുന്നു. അതെ, ഹിന്ദി പാട്ടിന്റെ ഒക്കെ ട്യൂണിലാണ് നീലക്കുയിലൂടെയാണ് മലയാളത്തിന് ഒറിജിനൽ സോങ്സ് വന്നത്. അത് നാടൻ പാട്ടുകളുടെ ശൈലി അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ വളരെ ഹൃദ്യമായിട്ടുള്ള ആ നാടൻ ശൈലിയിലായിരുന്നു നീലക്കുയിൽ. പിന്നീടാണ് നീലിസാലി വരുന്നത്. നീലിസാലി വരുമ്പോഴേക്കും ക്രൈസ്തവമായ ഒരു അന്തരീക്ഷം വന്നതിനകത്ത്. അവിടെയാണ് ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വെണ്ണിലുദിച്ചു എന്നുള്ള ഗാനം വരുന്നത്. അപ്പോൾ അത് ആ കാലത്ത് ഇറങ്ങിയ ഏറ്റവും ഹിറ്റായിട്ടുള്ള ക്രിസ്മസ് ഗാനമായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കേട്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോ ആ സമയങ്ങളിൽ ഒരുപാട് ഇപ്പോഴും പാടുന്നുണ്ട് ആ ഗാനമൊക്കെ. ബെൻചേട്ടന്റെ ഓർമ്മകൾ രാവിലേക്കൊക്കെ പോയി കാണും. അല്ല, ദൈവത്തിൻ പുത്രൻ ജനിച്ചു എന്നുള്ള പാട്ടിന്റെ ഒരുപാട് പ്രത്യേകത എന്താണെന്നറിയാം? അതിന്റെ കൺസ്ട്രക്ഷൻ, ദൈവത്തിൻ പുത്രൻ ഒരു ആരോഹണത്തിലുള്ള കൺസ്ട്രക്ഷൻ. ആ ക്രിസ്മസിന്റേതായിട്ടുള്ള എല്ലാ മഹത്വവും നമുക്ക് അതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. പിന്നെ ഒന്ന് പാതിരാത്രിക്ക് ഉറക്കച്ചവടമൊക്കെ ഇരിക്കണമെങ്കിൽ ഈ പാട്ട് കിട്ടാൻ ഉറക്കം പോകും. ഉണർവുള്ള പാട്ടാണ്. ദൈവത്തിൻ പുത്രൻ ജനിച്ചു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അതിന് അതിന്റേതായിട്ടുള്ളൊരു ആകാശത്ത് നിന്ന് മാലാകമാര് പാടുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നുന്നു ആ രാഘവൻ മാഷിന്റെ സംഗീതം. ദൈവത്തിൻ പുത്രൻ ജനിച്ചു ഉണർവുള്ള പാട്ടാണ്, ഉറക്കം പോകുന്ന പാട്ടാണ്. നമുക്ക് ഉണർവോടുകൂടി അതിന്റെ പല്ലവി വെറുതെ ഉറക്കം പോലും മാത്രമല്ല, നല്ല ക്രിസ്തീയതയുള്ള പാട്ടും കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ക്രിസ്മസ് കരോളിന്റെ ആളുകൾ വരുമല്ലോ, അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാടി പലതവണ പാടി കേട്ടിട്ടുള്ള പാട്ടും കൂടി. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിൽ ഉദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിൽ ഉദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു. ഈ ഗാനം പാടിയതാരാ? മലയാള ഗാനശാലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസിദ്ധനായ എം രാജയാണ്. ഒരുപക്ഷെ യേശുദാസിന് മുൻപ് ജീവിച്ച ഏറ്റവും മികച്ച ഗായക പ്രതിഭയായിരുന്നു എം രാജ. പെരിയാർ എല്ലാം പാടിയിട്ടുണ്ട്. എം രാജയും പി ബി ശ്രീനിവാസും ഒരുപാട് മലയാളത്തിൽ പാടിക്കുന്ന സമയമാണ്. ആ ടോൺ കൊണ്ടും ഒരു ശ്രദ്ധേയ സാന്നിധ്യമാണ് എം രാജ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗായിക ജിക്കിയുടെ ഭർത്താവ്. സംഗീത സംവിധായകർ എന്നുള്ള രീതിയിൽ ശ്രീ എം രാജയുടെ ഒരു ശബ്ദത്തിന്റെ ഒരു വേറിട്ട് നിൽക്കുന്ന അവസ്ഥയും ആലാപനവും അതൊക്കെ എങ്ങനെയാ? വളരെ ഫീലുള്ള പാട്ടുകാരനാണ്. നല്ല ലയവും ഫീലും ഉള്ള ഒരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ഓർക്കുമ്പോൾ താഴമ്പ് മണമുള്ള അങ്ങനെ കുറെ നല്ല മെലഡികൾ അദ്ദേഹം പാടി. തമിഴ്നാട്ടുകാരനാണ്. അത് പാടുന്ന പാട്ടുകളിലെ വരികളിലും നമുക്കത് വ്യക്തമാവും ചില ഏരിയാസിൽ. അതല്ലേ മനശേശ്വരി അതാണ് തോന്നുന്നത്. അന്ന് പി ബി ശ്രീനിവാസനും എം രാജയും മാറി മാറി പാടുന്നതിന്റെ പേരില് രണ്ടുപേരും മലയാളം അറിയാൻ പാടാത്തവരാ. അതിന്റെ പേരില് രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ നമുക്ക് മാറിപ്പോകും. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നായിരിക്കും നമുക്ക്. അതിലെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്വരം എം രാജ. 1960 പുറത്തിറങ്ങിയ നീലിസാലി ലാളിത്യമുള്ളൊരു ഗാനം, ഭക്തി നിർഭരമായ ഒരു ഗാനം. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. ഇന്നും ക്രിസ്മസ് വരുമ്പോ നമ്മൾ ഏറ്റുപാടുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണത്. 60 ജനിച്ച ഒരു ഗാനം. ആ ഗാനം ഇന്ന് 2016 നമ്മൾ ഏറ്റുപാടുമ്പോൾ ഓർക്കണം ഒരു ഗാനത്തിന്റെ നിലനിൽപ്പ്. ആ നിലനിൽപ്പ് മറ്റൊന്നും കൊണ്ടല്ല, അത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് എഴുതിയത് കൊണ്ട് തന്നെയാണ്. ആ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ആ നിലനിൽപ്പുള്ളത്. നമുക്കും ഈ ഗാനം പാടുമ്പോൾ ഒന്ന് ചേർന്ന് പാടാം. ഒരു ക്രിസ്മസ് അനുഭവം.
ദൈവത്തിൻ പുത്രൻ നമ്മുടെ ഹൃദയത്തിലും ജനിക്കുന്ന ഒരനുഭവം നമുക്കും ഉണ്ടാവട്ടെ. ഗാനത്തിലേക്ക്. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. കന്യകമാതാവിൻ കണ്ണിലുണ്ണിയെ കാനായി പശുവിൻ തൊഴുത്തി, അന്നു കാനായി പശുവിൻ തൊഴുത്തി. ദൈവത്തിൻ പുത്രൻ ജനിച്ചു. മാനവരാശികൾ പാപങ്ങളാകിത്ത പാവന രക്തത്ത കഴുകിടുവാൻ ഗാഗുൽത്താമലയിൽ ബലിയാടായി തീരാൻ ബത്ലഹേമിൽ പശുവിൻ തൊഴുത്തിലി പുല്ലിൽ ദൈവത്തിൻ പുത്രൻ ജനിച്ചു. മാലാഖമാരവർ പാടി, ഇനി മാനവർക്കെല്ലാം സമാധാനമെന്നായി. സ്വർഗത്തിൽ ദൈവത്തെ വാഴ്ത്തി വാഴ്ത്തി സ്വർഗീയ സംഗീതം പാടി, അന്ന് സ്വർഗീയ സംഗീതം പാടി. ദൈവത്തിൻ പുത്രൻ ജനിച്ചു. നക്ഷത്രം വാനിലുദിച്ചപ്പോൾ രാജാക്കൾ മൂന്നു പേർ വന്നു ചേർന്നു. മതിമറന്നപ്പോൾ മധുരമാം ഗാനം ഇടയന്മാരെന്നെന്നും പാടി നടന്നു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. ഈ രണ്ട് ഗാനങ്ങളോടെ നമുക്ക് ഈ എപ്പിസോഡ് ചുരുക്കി നിർത്തേണ്ടതാണ്. കാരണം സമയപരിമിതി. നമുക്ക് തുടർന്നും ഉള്ള എപ്പിസോഡുകളിൽ നമുക്ക് സിനിമാ ഗാനങ്ങളിൽ വന്നിട്ടുള്ള അല്ലേ പോകേണ്ടതുണ്ട്. നിങ്ങൾ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധേയ സാന്നിധ്യം കൊണ്ട് തീർച്ചയായിട്ടും ഈ നിമിഷങ്ങൾ മനോഹരമാക്കി. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു. നന്ദി. 1958 പുറത്തിറങ്ങിയ ലില്ലി, 1960 പുറത്തിറങ്ങിയ നീലി സാലി, ഈ രണ്ട് ചിത്രങ്ങളിൽ വന്നിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പാടിയത്, പ്രാർത്ഥിച്ചത്. നിങ്ങൾക്കെല്ലാം ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ, പ്രാർത്ഥനയിൽ. നന്ദി.
ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിൽ ഉദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിൽ ഉദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു.